Hello everyone, welcome back to Learn Semantics. ഇന്ന് നമ്മൾ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിലുള്ള പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രഷൻ നോക്കാം. പ്രോഗ്രഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് അരിതമെറ്റിക് പ്രോഗ്രഷനും ജിയോമെട്രിക് പ്രോഗ്രഷനും. മാത്സിലെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് തന്നെയാണ് ഈ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ അരിതമെറ്റിക് പ്രോഗ്രഷൻ. ഇപ്പൊ നമ്മൾ ഒരു സീരീസ് എഴുതാണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ 2, 4, 6, 8 എക്സെട്ര. അപ്പൊ ഈ ഒരു സീരീസ് നമ്മൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ഇതിൽ ഞാൻ 2 ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. 2 + 2 4, 4 + 2 6, 6 + 2 8, അങ്ങനെ എങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതൊരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ അരിതമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സീരീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ഏതെങ്കിലും ഒരു സംഖ്യ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്തിട്ട് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ടും ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഞാനൊരു സീരീസ് എഴുതുവാണ്, നോക്കിക്കോളൂ. 8, 4, 0, -4, എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പൊ നോക്കൂ, ഇവിടെ കണ്ടോ 0 വന്നിട്ടുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അരിതമെറ്റിക് പ്രോഗ്രഷനിൽ നമുക്ക് ഫ്രാക്ഷനോ ഡെസിമലോ നെഗറ്റീവോ എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഏത് തരത്തിലുള്ള നമ്പേഴ്സും അതിനകത്ത് പെടും. അപ്പൊ ഇങ്ങനെ ഒരു സീരീസ് ഞാൻ എഴുതുകയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്? ഇവിടെ ഞാൻ 4 മൈനസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. 8 - 4 4, 4 - 4 0, 0 - 4 -4, അങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അരിതമെറ്റിക് പ്രോഗ്രഷനെ നമ്മൾ AP എന്നും പറയും കേട്ടോ. AP ഷോർട്ടായിട്ട് AP എന്നും പറയും, അരിതമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ ഇതൊരു AP ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നോക്കാം. ആദ്യത്തെ ടേം, ഫസ്റ്റ് ടേം, അതാണ് A കൊണ്ട് ഡിനോട്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ടേം A. പിന്നെ ഏത് സംഖ്യയാണോ കോമൺ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നത്, അതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. കോമൺ ഡിഫറൻസ് D, അതാണ് 2. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം ഉണ്ട്, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ആർക്ക്? ഒരു അരിതമെറ്റിക് പ്രോഗ്രഷന്. അപ്പൊ ഈ കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു സീരീസ് തന്നിട്ടില്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4 ആണ്. 4ൽ നിന്ന് ഞാൻ 2 കുറയ്ക്കുന്നു, ഫസ്റ്റ് ടേം കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 2. അതേപോലെ നമ്മൾ ഈ ഒരു സീരീസിൽ നോക്കുകയാണെങ്കിൽ 4ൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 8 കുറച്ചു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? -4 കിട്ടും. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? -4 ആണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, ഈ ഒരു സീരീസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? -4 ആണ്. D = -4. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് പ്ലസോ മൈനസോ ഫ്രാക്ഷനോ എങ്ങനെ വേണമെങ്കിൽ വരാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു AP എഴുതുന്നത്. അതിലത്തെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഓർത്ത് വെക്കാം. ഇനി നമുക്ക് GPയിലേക്ക് പോവാം. ജിയോമെട്രിക് പ്രോഗ്രഷനെയാണ് നമ്മൾ എന്താണ് GP എന്ന് പറയുന്നത്. GP കേട്ടോ, GP. അപ്പൊ GP എഴുതാണെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഖ്യ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യാം. അങ്ങനെയാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, 3, 6, 12 എക്സെട്ര കണ്ടോ. അപ്പൊ ഇവിടത്തെ ഈ ഒരു സീക്വൻസ് ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇൻറ്റു 2 ആണ് ഞാൻ ചെയ്തത് അല്ലെ. 3 × 2 6, 6 × 2 12, അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പൊ ഇതൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ നമുക്കൊരു സീരീസ് തന്നിട്ട് അത് എന്ത് തരം പ്രോഗ്രഷൻ ആണെന്ന് കൂടെ മനസ്സിലാവണം കേട്ടോ. അപ്പൊ ആഡ് ചെയ്യാണോ സബ്ട്രാക്ട് ചെയ്യാണോ ഗുണിക്കുകയാണോ ഹരിക്കുകയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഗുണനോ ഹരണോ ആണെങ്കിലാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ കേട്ടോ. അതിൽ ഗുണനോ ഹരണോ വരും. മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടത്തെ ഫസ്റ്റ് ടേം A തന്നെയാണ്. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ? 3. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് കോമൺ ഡിഫറൻസ് എന്നല്ല, കോമൺ റേഷ്യോ എന്നാണ് പറയുന്നത്. GPയിൽ നമ്മൾ കോമൺ റേഷ്യോ എന്നാണ് പറയാ. അപ്പൊ ഏത് സംഖ്യയാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണത് അല്ലെങ്കിൽ ഏതാണ് ഡിവൈഡ് ചെയ്യണത് നോക്കുക, അതാണ് അതിന്റെ കോമൺ റേഷ്യോ. അപ്പൊ ഇവിടുത്തെ കോമൺ റേഷ്യോ ഏതാണ്? 2. കോമൺ റേഷ്യോനെ നമ്മൾ R എന്ന സംഖ്യ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാൻ, ലെറ്റർ R. അപ്പോൾ കോമൺ ഡിഫറൻസ് D, കോമൺ റേഷ്യോ R, ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം കോമൺ റേഷ്യോ GPയിൽ, ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് APയിൽ. ഓക്കെ, ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഫോർമുലകളൊക്കെ നോക്കാം.
അപ്പൊ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എ പിയുടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും പഠിച്ചു അല്ലെ. അപ്പൊ നമ്മൾ ഒരു സീരീസ് എഴുതുന്നു, നമുക്ക് ആ സീരീസ് ഇങ്ങനെ എഴുതി എഴുതി പോവാം. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എന്ന് പറയുന്നതിന് പകരം ജനറലി നമ്മൾ nth ടേം എന്ന് പറയുന്നു. അപ്പൊ n എന്ന് പറയുന്നത് 1 2 3 എന്ന് വേണമെങ്കിൽ ആകാം കേട്ടോ, അതാണ് nth ടേം. അപ്പൊ nth ടേം ഓഫ് ആൻ എ പി കാണാൻ, അതായത് ഇപ്പൊ നമുക്കൊരു സീരീസിന്റെ 15ാമത്തെ ടേം കാണണം, അല്ലെങ്കിൽ 20th ടേം കാണണം, 19th ടേം കാണണം, അല്ലെങ്കിൽ 100th ടേം കാണണം. നമുക്ക് ഇങ്ങനെ സീരീസ് ഇരുന്ന് എഴുതാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് nth ടേം കാണണമെങ്കിൽ ഉള്ള ഇക്വേഷൻ ആണ് an is equal to a plus n minus 1 into d. അപ്പൊ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. തൽക്കാലം ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ nth ടേം is equal to a plus n minus 1 into d. ഇവിടെ a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, n എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് 5ാമത്തെ ടേം ആണെങ്കിൽ n 5 ആയിരിക്കും, 6ാമത്തെ ടേം ആണെങ്കിൽ n 6 ആയിരിക്കും, അങ്ങനെ n minus 1 into d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് സമ്മും കണ്ടുപിടിക്കാം. അപ്പൊ ഇതെന്ന് പറയുന്നത് nth ടേം ആണ് കേട്ടോ, ഇത് സം ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണം. അപ്പൊ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ n/2 into 2a plus n minus 1 into d. എയും എന്നും ഡിയും ഒക്കെ സെയിം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഒരു എക്സാമ്പിൾ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ എഴുതിയില്ലേ, 2 4 6 8 ഇങ്ങനെ പോണു. ഓക്കെ, അപ്പൊ ഇത് നോക്കൂ, ഇതില് നമുക്ക് അറിയാവുന്ന ടേം തന്നെ എടുത്ത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ 1 2 3 4 ഫോർത്ത് ടേം ആണ് എന്ത് 8 അല്ലെ. അപ്പൊ ഇത് നമുക്ക് 8 ഫോർത്ത് ടേം അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ശരിക്കും പറഞ്ഞാൽ ഫോർത്ത് ടേം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കണം. a4 is equal to, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക a plus n minus 1 into d. എക്ക് പകരം 2 എഴുതും അല്ലെ, 2 plus എത്രാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കേണ്ട? ഫോർത്ത്. അപ്പൊ എന്നിന് പകരം അതിടാം, 4 minus 1 into d. d എന്ന് പറഞ്ഞാല് ഏതായിരിക്കും? നമുക്കിവിടെ 2 തന്നെയാണ് അല്ലെ. അപ്പൊ 2 plus 4 minus 1, ഇത് ബ്രാക്കറ്റിൽ തന്നെ ഇടണേ, into d. ഓക്കെ, അപ്പൊ നോക്കിയേ, 2 plus 4 minus 1 എന്തായിരിക്കും? 3 ആണ്. 3 into 2 6 ആണ്. 2 plus 6 8. കണ്ടോ, ഫോർത്ത് ടേം 8. ഇതിങ്ങനെ ഈ ഒരു സീരീസ് എളുപ്പമാണ്, നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ട് കൂട്ടി കൂട്ടി പോയാൽ മതി. ഞാൻ വെറുതെ ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യാന്ന് ജസ്റ്റ് എളുപ്പമുള്ളതുകൊണ്ട് ഇതിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനി നോക്കൂ, ഇതാണ് nth ടേം അല്ലെങ്കിൽ ഫോർത്ത് ടേം എന്ന് പറയുന്നത് കേട്ടോ, ഫോർത്ത് ടേം a4. ഇനി s4 നോക്കിയേ, s4 അതായത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്, ആദ്യത്തെ 4 ടേമിന്റെ തുക, സമ്മ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ഇതെല്ലാം കൂടെ കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 plus 4 plus 6 plus 8. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ ഇക്വേഷനിൽ ഒന്ന് ഇട്ട് കാണിക്കാം. എന്നിന് പകരം 4 എഴുതാം, 4/2 into 2aക്ക് പകരം 2 into 2 എഴുതും, പ്ലസ് എന്നിന് പകരം വീണ്ടും 4 എഴുതി, 4 minus 1 into ഡിക്ക് പകരം എന്ത് എഴുതി? into 2 എഴുതി. കണ്ടോ? ഓക്കെ, അപ്പൊ 4/2 എന്താ? 2 ആണ്. 2 into 2 എന്താ? 4 ആണ്. പ്ലസ് 4 minus 1 3, 3 into 2 6, 6 4 10 അല്ലെ, 2 into 10 20. അപ്പൊ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് എന്തായിരിക്കും? 20. ഇത് എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 20 കിട്ടും. അപ്പൊ സം എന്ന് പറയുന്നത് തുകയാണ് കേട്ടോ, ടേമുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നതാണ് സമ്മ്. nth ടേം എന്ന് പറയുന്നത് ആ ടേം ഏതാന്ന് നമ്മൾ എടുത്തെഴുതുന്നതാണ് നമ്മൾ nth ടേം. അപ്പൊ അത് രണ്ടും ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം കേട്ടോ, ടേമും സമ്മും തമ്മിൽ മാറിപ്പോവരുത്, കൺഫ്യൂഷൻ വരുന്നത്. സം എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണം, അതേസമയം ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ nth ടേം. ആ രണ്ട് ഇക്വേഷനും പഠിച്ചു. ഇത് ബേസ് ആണ് കേട്ടോ, ഇതൊക്കെ പഠിച്ചു പോയാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കൂ, സമ്മ് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു ടേം അവർ തന്നിട്ടുണ്ട്, ഒരു സീരീസിൽ ആകെ ഇത്ര പദങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര ടേംസേ ഉള്ളൂ, അവസാനത്തെ ടേം ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനത്തെ ടേം അല്ലെങ്കിൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ അതും കൂടെ പഠിച്ചു വെക്കുക, n/2 into ഫസ്റ്റ് ടേം പ്ലസ് nth ടേം. അത് ചെയ്താലും നമുക്ക് സമ്മ് കിട്ടും. ഇനി നമ്മൾ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ ഇപ്പൊ ഫോർത്ത് ടേമിനെ നമുക്ക് a plus 3d എന്ന് എഴുതാം.
അതേപോലെ ഫിഫ്ത്ത് ടേമിന് നമുക്ക് a+4d എന്ന് എഴുതാം. ആ ഒരു ജനറൽ റെപ്രസെന്റേഷൻ ഓർത്തു വെക്കുക. a+4d എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത്, 5ാം പദം കേട്ടോ, ഫിഫ്ത്ത് ടേം. അപ്പൊ നോക്കിയേ 20ാമത്തെ പദം എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുക? 20th ടേം 19d അല്ലെ? 20th ടേം, അതായത് ഈ 20 ഒന്ന് കുറച്ചാൽ മതി കണ്ടോ, a+9. ഈ ഒരു ഇങ്ങനെ എഴുതുന്നത് ഒന്ന് ഓർത്തു വെക്കാം. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ ഫോർത്ത് ടേം a+3d, ഫിഫ്ത്ത് ആവുമ്പോ a+4d, അങ്ങനെ നമുക്ക് എഴുതാം. ഇനി വേറൊരു ഇക്വേഷൻ കൂടി എൻഡ് കാണാൻ, അതായത് എത്ര ടേംസ് ഉണ്ട്, ഹൗ മെനി ടേംസ് ആർ ദെയർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാനുള്ള ഇക്വേഷൻ nth ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. ഈ ഒരു പാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ +1 ചെയ്യാവൂ, അതാണ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ nth ടേം മൈനസ് ഫസ്റ്റ് ടേം ഹോൾ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 ചെയ്താൽ എത്ര ടേംസ് ഉണ്ടെന്ന് കാണാം. അപ്പൊ ഈ ഇത്രയും ഇക്വേഷൻസ് അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ കാണാതെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ജിയോമെട്രിക് പ്രോഗ്രഷൻ. ജിയോമെട്രിക് പ്രോഗ്രഷനിലും ഇതേപോലെ തന്നെ nth ടേം ഉണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് a ഇൻറ്റു എന്ന് പറയുന്ന ഫസ്റ്റ് ടേം കേട്ടോ, r റേസ് ടു n മൈനസ് 1. അതായത് r എന്ന് പറയുന്ന കോമൺ റേഷ്യോ റേസ് ടു n മൈനസ് 1. അപ്പൊ ar റേസ് ടു n മൈനസ് 1. അതിന്റെ സം എന്ന് പറയുന്നത് a ഇൻറ്റു r റേസ് ടു n മൈനസ് 1. ഇത് ബ്രാക്കറ്റിൽ തന്നെ ഇടണം കേട്ടോ, അങ്ങനെ അല്ലെങ്കിൽ തെറ്റിപ്പോ. a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1. അതാണ് സമ്മ്. ഓക്കെ, അപ്പൊ നോക്കിയേ ഇവിടെ ഇപ്പൊ നമ്മള് നോക്കാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു എഴുതിയില്ലേ 3, 6, 12 എക്സെട്ര എക്സെട്ര. അപ്പൊ ഇതിൽ നമുക്ക് ഇപ്പൊ 1, 2, 3, 4 ഫോർത്ത് ടേം അറിയില്ല എന്ന് വെക്കേ, a4. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? a ഇൻറ്റു r റേസ് ടു 4 മൈനസ് 1 കേട്ടോ, അതായത് a r ക്യൂബ്. അപ്പൊ ഇത് അതിന്റെ ജനറൽ റെപ്രസെന്റേഷൻ ഓർക്കാം. ഫോർത്ത് ടേം AR ക്യൂബ്. അപ്പോ ഫിഫ്ത്ത് ടേം എങ്ങനെ, ഇത് നോട്ട് ചെയ്ത് വെക്കാം. ജോമെട്രിക് പ്രോഗ്രഷൻ AR റേസ് ടു 4. സിക്സ്ത് ടേം എങ്ങനെയായിരിക്കും? AR റേസ് ടു 5. കണ്ടോ? അപ്പൊ അതേപോലെ ഇപ്പൊ നമുക്ക് 20ാമത്തെ പദമാണെങ്കിൽ എന്തായിരിക്കും? AR റേസ് ടു 19. ജനറൽ റെപ്രസെന്റേഷൻ ആണ്, അതൊന്ന് ഓർത്തു വെക്കാം. നേരത്തെ നമ്മൾ AP പറഞ്ഞില്ലേ, അതേപോലെ GP നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുന്നത് ഫോർത്ത് ടേം എങ്ങനെ കണ്ടുപിടിക്കാം എന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? AR റേസ് ടു 3 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എയും ആറും ഒക്കെ അറിയാം. a എന്താണ്? 3 ആണ്. ഇൻറ്റു കോമൺ റേഷ്യോ എന്താണ്? 2 ആണ്. 2 റേസ് ടു 3 അല്ലെ? 2 റേസ് ടു 3 എന്താ നമുക്കറിയാം? 8 ആണ്. 8 ഇൻറ്റു 3 24. അപ്പോ ഫോർത്ത് ടേം കിട്ടി 24 അല്ലേ? കറക്റ്റ് ആണല്ലോ, 24. കണ്ടോ? ആ രീതിയിൽ നമുക്ക് ഒരു GPയുടെ nth ടേം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, സമ്മ് പറഞ്ഞില്ലേ, സം. അപ്പൊ ആദ്യത്തെ 3 പദങ്ങളുടെ തുക കാണണമെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു GP തന്നെ നമുക്ക് ചെയ്തു നോക്കാം. S3 എളുപ്പത്തിന് വേണ്ടി കേട്ടോ, ചെറിയ സംഖ്യകൾ എടുക്കണേ കേട്ടോ. a ഇൻറ്റു എക്ക് പകരം ഞാൻ 3 എഴുതാണ്. ഫോർമുല നോക്കി ശ്രദ്ധിച്ചോണേ. r പകരം ഞാൻ 2 എഴുതി. 2 റേസ് ടു n പകരം 3 എഴുതി, മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ, വീണ്ടും r പകരം 2 മൈനസ് 1. കണ്ടോ? 2 റേസ് ടു 3 നമുക്കറിയാം 8. 8 മൈനസ് 1 7. 7 ഇൻറ്റു 3 എന്താണ്? 21. 21 ബൈ 1. ആൻസർ എത്രയാ? 21. അപ്പൊ ആദ്യത്തെ 3 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 21 കിട്ടും. കണ്ടോ? ഇതാണ് ഇക്വേഷൻ. ഇനി ഒരു കാര്യം കൂടെ പറയാം. GPയുടെ സമ്മാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടോ, സമ്മ്. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നമ്മുടെ GPയുടെ ടേംസ് നമ്മൾ എഴുതുമ്പോ ഈ ഒരു ഇക്വേഷനൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. GPയുടെ ടേംസ് നമ്മൾ എഴുതുമ്പോൾ ഈ ഒരു 6 ചിലപ്പോൾ നമ്മൾ GP എന്ന് പറഞ്ഞാൽ ഹരണവും ഗുണനവും അല്ലേ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ 6 എന്ന് പറയുന്നത് ഒന്നിനേക്കാളും ചെറിയൊരു സംഖ്യ ചിലപ്പോൾ വരും. നമ്മൾ ചെയ്യുമ്പോൾ ചില GPയിലൊക്കെ 6നേക്കാളും ചെറുതായിരിക്കും 1. അങ്ങനെയുള്ള കേസിൽ നമ്മൾ നേരെ തിരിച്ചെഴുതും. a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n ബൈ 1 മൈനസ് r. സെയിം തന്നെ തിരിച്ചെഴുതാം. അതായത് 6നേക്കാളും വലുത്, അതായത് 6 1നേക്കാളും ചെറുതായെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എഴുതാം കേട്ടോ. സെയിം തന്നെ തിരിച്ചെഴുതിയാൽ മതി കേട്ടോ. ഇക്വേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ തന്നെ പഠിക്കുക, ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് കോമൺ റേഷ്യോ കാണുമ്പോൾ അത് ഒന്നിനേക്കാളും ചെറിയൊരു സംഖ്യയൊക്കെ ആവാം കേട്ടോ. അര 0.5 അങ്ങനെയൊക്കെ വരാം. അങ്ങനെ വന്നാൽ നമ്മൾ 1 മൈനസ് r ആ രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ, അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി.
അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്ത നമുക്ക് മീൻ, അതായത് അരിത്തമെറ്റിക് മീനും ജിയോമെട്രിക് മീനും. ഇപ്പൊ നമുക്ക് 2-3 ടേംസ് തന്നിട്ട് അതിന്റെ അരിത്തമെറ്റിക് മീൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ 2 ടേംസ്, ഇവിടെ ഞാൻ 2 ടേംസിന്റെ ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എയും ബിയും 2 ടേംസ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ മീൻ കാണുക എങ്ങനെ, a+b/2. ഇനി 3 ടേംസ് തന്നിട്ടുണ്ടെങ്കിലോ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ by 3 അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നോക്കൂ, ജിയോമെട്രിക് മീൻ. 2 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ √(ab). 3 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ √(a×b×c). അങ്ങനെ കേട്ടോ. സാധാരണ 2 എണ്ണം വെച്ചിട്ടുള്ളതേ ചോദിക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അരിത്തമെറ്റിക് മീൻ പഠിച്ചു വെക്കുക a+b/2, ജിയോമെട്രിക് മീൻ പഠിച്ചു വെക്കുക √(ab). ഓർത്ത് വെക്കുക, ചെറിയ ഇക്വേഷൻ ആണ് കേട്ടോ. ഇനി നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ. ഇഫ് ദ nth term of an AP is given as an is equal to 3n minus 1, find the first term and common difference. ഒരു APയുടെ nth ടേം അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ജനറൽ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. എങ്ങനെയാ, 3n minus 1. അപ്പൊ ഇത് സാധാരണ നമ്മൾ പറയുവാണെങ്കിൽ n-ന് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും, n-ന് 2 ഇട്ട് കൊടുത്താൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പൊ nth ടേം തന്നിട്ട് AP എഴുതാന്ന് പറഞ്ഞാൽ n-ന് നമ്മൾ 1, 2, 3 വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ nth ടേമിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ n-ന് നമ്മൾ 1, 2, 3, 4 വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഓരോ ടേമും കണ്ടുപിടിച്ചാൽ നമുക്ക് ആ AP എഴുതാനായിട്ട് പറ്റും. അതൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം എങ്ങനെ കിട്ടുക? ഫസ്റ്റ് ടേം ശരിക്കും പറഞ്ഞാൽ തിയററ്റിക്കലി നമ്മൾ പറയുമ്പോൾ a1, അതായത് n-ന് 1 ഇട്ട് കൊടുത്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. ഓക്കെ. ഇനി നമുക്കിപ്പം ഇതിനകത്ത് കുഴപ്പമില്ല, ഈ ഒരു പ്രോബ്ലം ശരിക്കും എളുപ്പമാണ്. ഇനി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ സമയം ലാഭിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കോഎഫിഷ്യൻസ് മാത്രം എടുക്കുക. അതായത് n നോക്കണ്ട, ഈ ഒരു n-ന്റെ കോഎഫിഷ്യന്റും -1 ജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ 3 - 1 2 കേട്ടോ. അപ്പൊ എങ്ങനെയായാലും nth ടേം തന്നിട്ടുണ്ടെങ്കിൽ ഈ കോഎഫിഷ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. കാരണം n-ന് 1 കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം 2 എന്ന് കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് കാണാൻ എളുപ്പമാണ്. n-ന്റെ കോഎഫിഷ്യന്റ് അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ അത് കോമൺ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ നോക്കിയാൽ ഞാൻ വേറൊരെണ്ണം പറയാം. അപ്പൊ ഞാൻ വേറൊരു APയുടെ nth ടേം എന്ന് പറയുന്നത് 5n + 2 ആണെന്ന് വിചാരിക്കും. ഇതിന്റെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഈ 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ മതി. 5 + 2 7. ഓക്കെ. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് ചോദിച്ചാൽ ഈ n-ന്റെ കോഎഫിഷ്യന്റ് അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. നമുക്ക് വേറെ ഒന്നും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. 5. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ nth ടേം തന്നിട്ട് ഈ ഒരു രീതിയിൽ ഒരു ജനറൽ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് n-ന്റെ കോഎഫിഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. അതേസമയം ആ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, എന്താ വെച്ചാൽ ഇവിടുത്തെ ആ ഒരു ചിഹ്നം അനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഇനി AP ആണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ n-ന് വാല്യൂ ഇട്ട് കൊടുക്കുക. n-ന് 1, 2, 3 അങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ. ഈ ഒരു ടൈപ്പ് ഓർത്ത് വെക്കുക. സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ AP എന്തായിട്ട് വരും? ആൻസർ നോക്കൂ. നമ്മൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ഒക്കെ വെച്ച് നമ്മുടെ AP എന്താ? 2, 5, 8, 11 എക്സെട്ര. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ nth ടേം ഓഫ് an AP? 9, 13, 17 എക്സെട്ര. ഇവിടെ കണ്ടോ, nth ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാം. അപ്പൊ ഇന്ന പദം എന്നില്ല nth ടേം. അപ്പൊ നമുക്ക് ജനറലി ഒരു ഇക്വേഷൻ പോലെ കിട്ടും. അപ്പൊ nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് a വേണം അല്ലെ? a = 9. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് വേണമെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? 13 - 9 4 അല്ലെ? ഓക്കെ. 13 4 കൂട്ടുമ്പോഴല്ലേ 17, 17 4 കൂട്ടുമ്പോഴല്ലേ 21. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമ്മുടെ nth ടേമിന്റെ ഇക്വേഷൻ നോക്കുക. a + n - 1 × d. അതിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷൻ കിട്ടിക്കോളും. അപ്പൊ 9 + n നമുക്ക് അറിയില്ലല്ലോ, n തന്നെ ഇടുക കണ്ട × 4. അപ്പൊ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ 9 +
n into 4 4n minus 4. ഓക്കെ, അപ്പൊ 9 plus 4 എന്താണ് 13. 13 plus 4n, അല്ലെങ്കിൽ നമുക്കത് ഭംഗിയിൽ എഴുതാം 4n plus 13. അപ്പൊ ഇതാണ് അതിന്റെ nth ടേം. കണ്ടോ? അപ്പൊ നമുക്ക് nth ടേം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാ, നമുക്ക് എപ്പോഴും AP ആയാലും GP ആയാലും അവരെന്താണ് തന്നിരിക്കുന്നത് അതിൽ എയോ ഡിയോ എന്താണ് നമുക്ക് അതിൽ ഇൻഫർമേഷൻ കിട്ടണമെന്ന് വെച്ചാൽ അത് ആദ്യം സൈഡിൽ എഴുതുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ നോക്കാം. അപ്പൊ A അറിയാം, D അറിയാം. ഇനി N നമുക്ക് അറിയില്ല, അതുകൊണ്ട് N തന്നെ എഴുതി അതിനെ നമ്മളൊന്ന് എന്താണ് എക്സ്പാൻഡ് ചെയ്ത് എടുത്തു. അപ്പൊ നമുക്ക് nth ടേം 4n plus 13 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കുക കേട്ടോ, നിങ്ങൾക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇത് പഠിച്ചല്ലോ, nth ടേം തന്നാൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും പഠിച്ചു, nth ടേം കാണാനും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the fifth term of an AP is 31 and the 25th term is 140 more than the fifth term, find the fifth term. കണ്ട, ഒന്നുമില്ലേ, എന്ത് ക്വസ്റ്റ്യൻ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ ആദ്യം എഴുതി വെക്കുക. അതാ ഫസ്റ്റ് നമുക്ക് ഏത് പോയിന്റ് കിട്ടാം, ഫിഫ്ത്ത് ടേം തന്നുണ്ട് 31 അല്ലെ. ഫിഫ്ത്ത് ടേമിനെ നമ്മൾ എങ്ങനെ എഴുതുക, A+4D നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, ഓർത്തെടുക്കുക. A+4D 31 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, 25th ടേം ഈസ്, അപ്പൊ ഞാൻ 25th ടേം എഴുതുകയാണ്, A+24D. ഇറ്റ് ഈസ് 140 മോർ ദാൻ ഫിഫ്ത്ത് ടേം. ഫിഫ്ത്ത് ടേമിനേക്കാളും 140 കൂടുതലാണ് 25th ടേം. അപ്പോ ഫിഫ്ത്ത് ടേം 31നേക്കാളും 140 കൂടുതലാണ് A+24D. കണ്ടോ, അപ്പൊ 171 ആണ് A+24D. ഇനി നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതി. അപ്പൊ A+4D അവർ തന്നിട്ടുണ്ട്, A+24D നമ്മൾ കണ്ടുപിടിച്ചു, കാരണം 140 മോർ ദാൻ ദ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് 171 എഴുതി. ഇനി ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കുക. ഇതിനെ അങ്ങ് മൈനസ് ചെയ്യുക, അതായത് രണ്ടിൽ നിന്ന്, അതായത് ഇപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ ആയിട്ട് വിചാരിക്കാം. അതായത് ഇത് ഫസ്റ്റ് ഇക്വേഷനും ഇത് സെക്കൻഡ് ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യാം, അതായത് 2 മൈനസ് 1 ചെയ്യാം. 2 മൈനസ് 1 ചെയ്താൽ A ക്യാൻസൽ ആയി പോകും. 24 മൈനസ് 4 20D എന്ന് കിട്ടും. 171 മൈനസ് 31 141 കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് D കണ്ടുപിടിക്കാം. ഈ 20നെ അങ്ങോട്ട് കൊണ്ടുവരാം. D is equal to 140/20 7 എന്ന് കിട്ടി. കേട്ടോ, D കിട്ടി. D കിട്ടിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി A കണ്ടുപിടിക്കാം, കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡിയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് A കണ്ടുപിടിക്കാം. സാധാരണ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ തന്നെ കേട്ടോ. അപ്പൊ ഞാൻ A+4D ഇട്ട് കൊടുത്തു, A കണ്ടുപിടിച്ചു. A എന്താണ് 3. അപ്പൊ നമുക്ക് A കിട്ടി, D കിട്ടി. കണ്ടോ, അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് കണ്ടുപിടിക്കാണ്. A കിട്ടി, D കിട്ടി. ഇനി നമുക്ക് ഫിഫ്ത്ത് ടേം കണ്ടുപിടിച്ചൂടെ, എളുപ്പല്ലേ ഫിഫ്ത്ത് ടേം. ഒന്നില്ലെങ്കിൽ നമുക്ക് A+n-1 into D എന്ന് ചെയ്യാം, A+n-1 into D എന്ന് ചെയ്യാം. ഇവിടെ ഞാൻ A+49D എന്ന് എഴുതി, കാരണം ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് A+49D ആണ്. അപ്പൊ 3 + 49 into 7 346. ഈ ഒരു ഇക്വേഷൻ എഴുതാൻ പഠിക്കണം നമ്മൾ, അതാണ് ഈ പ്രോബ്ലത്തിൽ. അത് കിട്ടി നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. കണ്ടോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു, ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത് അത് നമ്മൾ എഴുതി നോക്കി, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കി. അപ്പൊ നമുക്ക് A+24D കിട്ടി. ഇനി ഞാനത് രണ്ട് ഇക്വേഷൻ ആയിട്ട് എഴുതി, അതിൽ നിന്ന് ഒരു വേരിയബിൾ കളഞ്ഞു, A കളഞ്ഞ് D മാത്രമായിട്ട് എടുത്തു. സാധാരണ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതി തന്നെയാണ് കേട്ടോ. ഇനി ഡിയുടെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇട്ട് കൊടുത്താൽ A കിട്ടും. അപ്പൊ നമുക്ക് A കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ഫിഫ്ത്ത് ടേം കാണാനായിട്ട്, 50th ടേം കാണാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ. The sum of first 5 terms of an AP is 40. Find the third term. കണ്ടോ, ഇത് തന്നെ. അപ്പൊ നമുക്ക് ആദ്യം അവർ തന്നിരിക്കുന്നത് എന്താ, നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. Sum of first 5 terms, അപ്പൊ S5 is equal to 40 എന്ന് തന്നിട്ടുണ്ട്. Find the third term. കണ്ടോ, തേർഡ് ടേം A+2D അല്ലെ, തേർഡ് ടേം ഇതാണ് കണ്ടുപിടിക്കുന്നത്, A3. തേർഡ് ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം, A+2D. ഈ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം.
എങ്ങനെയാ നോക്കാം. അപ്പൊ നമുക്ക് S5 തന്നിട്ടുണ്ട്, അതായത് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. കണ്ടോ, ഇത് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്നിന് പകരം ഞാൻ 5 ഇട്ടു. 5/2 ഇൻറ്റു 2a നമുക്കറിയോ? ഇല്ല. അപ്പൊ ഞാൻ 2a തന്നെ ഇട്ടു. പ്ലസ് n അറിയാം, വീണ്ടും n-1 ഇൻറ്റു d. ഇനി ഞാൻ ഇതിനൊന്ന് ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. വീണ്ടും നമ്മൾ 5/2 ഇൻറ്റു 2a പ്ലസ് 5-1 4d എന്ന് എഴുതി. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല. ഇതിൽ രണ്ടിന്ന് നമുക്ക് 2 പുറത്തേക്ക് എടുക്കാം. ഈ ഒരു മെത്തേഡ് ഓർത്ത് വെക്കാം കേട്ടോ. 5/2 ഇൻറ്റു 2, അതായത് ഞാൻ രണ്ടിലും 2 ഉണ്ടല്ലേ, 2aയും 4dയും. അപ്പൊ നമുക്ക് ഇതിന്ന് 2 പുറത്തേക്ക് എടുക്കാം. അപ്പൊ a പ്ലസ് 2d എന്ന് കിട്ടും. കണ്ടോ, അപ്പൊ ഈ 2 2 ക്യാൻസൽ ആയി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 5 ഇൻറ്റു a പ്ലസ് 2d. കണ്ടോ? ഓക്കെ, 5 ഇൻറ്റു a പ്ലസ് 2d എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഈ a പ്ലസ് 2d ആണ് തേർഡ് ടേം. അപ്പൊ ഈ S5നെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഈ രൂപത്തിലാക്കി. അപ്പൊ ഇപ്പൊ എനിക്ക് S5നെ എന്ത് എഴുതാം? 5 ഇൻറ്റു a പ്ലസ് 2d എന്ന് എഴുതാം. ഇതിന്റെ ആൻസർ അവർ തന്നിട്ടുണ്ട്. S5 നമുക്ക് അറിയാം എത്രയാണ്, 40 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 5 ഇൻറ്റു a പ്ലസ് 2d എത്രയാണ്? 40 ആണ്. അപ്പൊ ഇതിൽ നമുക്ക് a പ്ലസ് 2d കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാ? ഈ 5നെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇടാം. അപ്പൊ 40/5 എത്രയാണ്? 8 അല്ലെ, എണ്ണഞ്ചല്ലേ 40. അപ്പൊ 40/5 8. അപ്പൊ നമ്മുടെ തേർഡ് ടേം ഏതാണ്? 8. കണ്ടോ, ഈ ഒരു ഫോർമാറ്റ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താം. അപ്പൊ അവര് തന്നിരിക്കുന്ന സമ്മിനെ ഞാനൊന്ന് എഴുതി. S5 40 എന്ന് എഴുതി. S5ന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. എന്നിന് പകരം 5 കൊടുത്തു. എയും ഡിയും അറിയില്ല, അതിനെ അങ്ങനെ തന്നെ ഇട്ടു. അതിനെ ഒന്ന് ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്തു. കേട്ടോ, 2 പുറത്തേക്ക് എടുത്തു. 2 2 ക്യാൻസൽ ആയി. a പ്ലസ് 2d അങ്ങനെ തന്നെ എഴുതി. a പ്ലസ് 2d ആണ് തേർഡ് ടേം എന്ന് നമുക്ക് അറിയണം, അല്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. അപ്പൊ 5 ഇൻറ്റു തേർഡ് ടേം നമ്മുടെ സമ്മാണ്. സം ഓൾറെഡി അവർ ആൻസർ തന്നിട്ടുമുണ്ട്. അപ്പൊ ഇത് ഈക്വൽ ടു 40 എന്ന് ചെയ്തിട്ട് നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ട് 8. അപ്പൊ ഈ ഫോർമുലകളും ഇങ്ങനെ നമ്മൾ എഴുതുന്ന റെപ്രസെന്റേഷനും ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, തന്നെ ചെയ്തു നോക്കുക കേട്ടോ, കിട്ടുന്നുണ്ടോന്ന്. നമുക്ക് അടുത്തേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 300 to 500 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 40? അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 300നും 500നും ഇടയിൽ 40ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന്. കേട്ടോ, അതാണ് ചോദ്യം. 40ന്റെ എത്ര, ഹൗ മെനി നമ്പേഴ്സ്. ഇവിടെ ശരിക്കും AP എന്നൊന്നും അവർ തന്നിട്ടില്ല, നമ്മൾ AP തന്നെ ആക്കി ഇതിനെ എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, മൾട്ടിപ്പിൾസ് ഓഫ് 40. അപ്പൊ ഇവിടുത്തെ D കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 40 തന്നെയാണ്. കേട്ടോ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 40 ആണ്. അത് ഓർത്ത് വെക്കാം. ഇപ്പൊ 40ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് 40 തന്നെയാണ്. ഇനി നമ്മൾ നോക്കാം, 300 40ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ 300ന് ശേഷം 40ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 40 ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് 4ന്റെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ 4ന്റെ ഏതാണ്? 32 അല്ലെ. അപ്പൊ 320. അപ്പൊ 300ന് ശേഷം 40ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 320. ഇനി അതിന്റെ ഇടയിൽ ഉണ്ടാവും. ഇനി ലാസ്റ്റത്തെ നോക്കാം, 500. 500 40ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ 500ന് തൊട്ട് മുന്നുള്ള മൾട്ടിപ്പിൾ ഏതാന്ന് നോക്കാം. 4ന്റെ മൾട്ടിപ്പിൾ ആലോചിച്ച് നോക്കാം. 4ന്റെ ഏത് വരും? 48 അല്ലെ. അപ്പൊ 480. ഓക്കെ, അപ്പൊ 40ന്റെ മൾട്ടിപ്പിൾസ് ഇതിന്റെ ഇടയിലുള്ള ഫസ്റ്റും ലാസ്റ്റും നമ്മൾ കണ്ടുപിടിക്കാം. കേട്ടോ, ചിലപ്പോ നമ്മുടെ ആ സംഖ്യ തന്നെ ആവാം. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഫസ്റ്റ് സംഖ്യ തന്നെ അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും. ഇവിടെ അങ്ങനെ ഇല്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ മൾട്ടിപ്പിൾ 320, 500ന് താഴെയുള്ള അവസാനത്തെ മൾട്ടിപ്പിൾ 480. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ട്, അല്ലെങ്കിൽ മൊത്തം എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ 300 ആൻഡ് 500. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
n ആണ് കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാ? n. ഹൗ മെനി, എത്ര എണ്ണം അല്ലെ? അപ്പൊ n. അപ്പൊ നമുക്ക് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? an മൈനസ് a ഹോൾ ഡിവൈഡഡ് ബൈ d പ്ലസ് 1. പഠിച്ചു വെക്കാം, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് nth ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ ലാസ്റ്റ് ടേം ആണ് കേട്ടോ. 480 മൈനസ് ഫസ്റ്റ് ടേം 320 ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ കോമൺ ഡിഫറൻസ് 40 പ്ലസ് 1. അപ്പൊ 450 320 കുറച്ചാൽ നമുക്ക് 160 കിട്ടും. ബൈ 40 0 0 അല്ലെ? എത്രയാണ്? 4. 4 പ്ലസ് 1 4 പ്ലസ് 1 5. അപ്പൊ നമുക്ക് എത്ര ടേംസ് ഉണ്ട്? 40ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് 5 ടേംസ് ഉള്ളൂ കേട്ടോ. അപ്പൊ 300നും 500നും ഇടയിൽ 40ന്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം വരും? 5 എണ്ണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു? ആദ്യം തന്നെ നമ്മള് 300 കഴിഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ എടുത്തു 320. പിന്നെ അവസാനത്തെ മൾട്ടിപ്പിൾ ഏതാന്ന് നോക്കി, അതായത് 500ന് മുന്നുള്ളത് ഏതാന്ന് നോക്കി. പിന്നെ നമ്മൾ എയും ഡിയും ഒക്കെ ഐഡന്റിഫൈ ചെയ്തു. ഡി 40 ആണെന്ന് അറിയാം, എ 320 ആണ്, nth ടേം 450 ആണ്. പിന്നെ നമ്മുടെ എന്നിന്റെ ഇക്വേഷനിൽ അതങ്ങ് ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ n ആണ് ചോദ്യം, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ മൾട്ടിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇടയിലുള്ള ഫസ്റ്റ് മൾട്ടിപ്പിളും ലാസ്റ്റ് മൾട്ടിപ്പിളും എടുക്കുക, എന്നിട്ട് നമ്മൾ അതൊരു AP ആക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. അടുത്തേക്ക് പോവാം. അടുത്ത് നമ്മുടെ GP യുടെ ക്വസ്റ്റ്യൻ ആണ്. 6th term of a GP is 32 and 8th term is 128. What is the common ratio? അപ്പൊ നമ്മൾ GP യുടെ ജനറൽ എങ്ങനെ എഴുതാന്നൊക്കെ പഠിച്ചു, ഓർമ്മയുണ്ടോ? AR അല്ലെ? AN is equal to AR raised to n minus 1. ഇവിടെ തന്നേക്കണ നോക്കിയേ, 6th term അല്ലേ? അപ്പൊ A6 ആണ്. A6 എനിക്ക് എങ്ങനെ എഴുതാം? AR raised to 5 എന്ന് എഴുതാം. A6 എത്രയാണ്? 32 ആണ്. അത് കിട്ടി. ഇനി അടുത്ത് 8th ടേം തന്നിട്ടുണ്ട്. 8th ടേം എനിക്ക് എങ്ങനെ എഴുതാം? GP യുടെ AR raised to 7. 8 ആണെങ്കിൽ 7 കേട്ടോ. അതും തന്നിട്ടുണ്ട്. എത്രയാ? 128. ഇനി നമ്മുടെ കോമൺ റേഷ്യോ 6 കണ്ടുപിടിക്കണം. 6 കണ്ടുപിടിക്കണം. അപ്പൊ AR raised to 5 തന്നിട്ടുണ്ട്, AR raised to 7 തന്നിട്ടുണ്ട്. 6 കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ട് ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പൊ ഞാൻ ഇത് 1 എടുക്കാം, ഇത് 2 എടുക്കാം. ഒന്നുമില്ല, ചെയ്യാൻ എളുപ്പത്തിന് അങ്ങനെ എടുത്ത് 128/32 നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് 1ഉം 2ഉം എടുത്ത്. വേറെ നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പൊ നോക്കിയേ, ഇത് ഡിവൈഡഡ് ബൈ ഇത്. അപ്പൊ ഞാൻ എഴുതുകയാണ് AR raised to 7 is equal to 128. AR raised to 5 is equal to 32. അപ്പൊ 1/2 ചെയ്യുമ്പോൾ A ക്യാൻസൽ ആവും. ഇവിടെ 7ഉം 5ഉം അല്ലേ? അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 2. ഇവിടെ ഹരിക്കാം, എത്ര കിട്ടും നമുക്ക്? 128/32 6. 6 raised to 4 അല്ല 4 അല്ല, സോറി, 6 raised to 3 അല്ലേ? 6 raised to 3 is equal to 6 raised to 3 is equal to എത്ര വരും? 4 അല്ലേ? 4. അയ്യോ 3 അല്ല, വീണ്ടും തെറ്റി അല്ലേ? 2. 6 raised to 2 is equal to 4 എന്ന് കിട്ടി. ഈ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതി കൂടെ? യെസ്. അപ്പൊ R സ്ക്വയർ 2 സ്ക്വയർ. അപ്പൊ R എന്തായിരിക്കും? 2. കണ്ട എന്ത് എളുപ്പം? R raised to 2. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, 6th ടേം AR raised to 5 32 തന്നിട്ടുണ്ട്. 8th ടേം AR raised to 7 128 തന്നിട്ടുണ്ട്. ഇനി 6 ആണ് ക്വസ്റ്റ്യൻ. 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ റേഷ്യോ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? 6 ആണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ വീണ്ടും ഇക്വേഷൻ പോലെ എഴുതാം. AR raised to 7 equal to 128. AR raised to 5 is equal to 32. അതിനെ 1ഉം 2 എന്ന് വെറുതെ പേരൊക്കെ കൊടുത്ത് ആദ്യത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ചെയ്തു. അപ്പൊ എയും ക്യാൻസൽ ആയി പോയി. R raised to 5 R raised to 7, അതായത് ക്യാൻസൽ ആയിട്ട് പോയിട്ട് ബാക്കി R സ്ക്വയർ ഉണ്ടാവും അല്ലെ? ശരിയല്ലേ? ചെക്ക് ചെയ്തോളൂ കേട്ടോ. 128/32 4 എന്ന് കിട്ടി അല്ലെ? ബാക്കി 6 കണ്ടുപിടിച്ചു 2. അപ്പൊ കോമൺ റേഷ്യോ കിട്ടി. ഇതൊന്നുമില്ല, ഇതിൽ ഈ എഴുതുന്നത് ഈ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഇടുന്നത്, ഓരോ പോയിന്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. അപ്പൊ 6th ടേമിന് നമുക്ക് AR raised to 5 എന്ന് എഴുതാം. 8th ടേമിന് AR raised to 7 എന്ന് എഴുതാം. ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട്. അതേപോലെ ഇതിൽ നമുക്ക് 6 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ്
തമ്മിൽ ഡിവൈഡ് ചെയ്ത് എ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആറിലേക്ക് എത്താം. പിന്നെ ഇതിനെ പവർ ആക്കി എഴുതാം. കാരണം എപ്പോഴും നമുക്ക് ആറ് റേസ് ടു എന്തെങ്കിലും ഒരു പവർ കിട്ടും. അപ്പൊ ഇതിനെ എപ്പോഴും പവർ ആക്കി എഴുതിയിട്ട് നമുക്ക് ആറിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ചെയ്തു നോക്കാം കേട്ടോ. അടുത്തേക്ക് പോവാം. നെക്സ്റ്റ് വൺ. എ മാൻ ഹാസ് 2 parents, 4 grandparents, 8 great grandparents, and so on. Find the total number of ancestors during 8 generations preceding his own. കണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വരാം. അതായത് വേർഡ് പ്രോബ്ലം പോലത്തെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ 2 പാരന്റ്സ്, 4 ഗ്രാൻഡ് പാരന്റ്സ്, 8. നമ്മളൊന്നുമില്ല, നമ്മൾ ഇതിങ്ങനെ എഴുതുക 2 4 8. ഇത് ശരിക്കും എങ്ങനെയാണ്? 2 into 2 4, 4 into 2 8. അപ്പൊ ഇതൊരു GP ആണ് അല്ലെ? എ എന്ന് പറയുന്നത് 2 ആണ്, ആർ എന്ന് പറയുന്നതും 2 ആണ്. കാരണം 2 into 2 4, 4 into 2 അല്ലേ? അപ്പൊ നമ്മൾ എ പിയിൽ നമ്മള് ഡി കണ്ടുപിടിക്കണ പോലെ ജി പിയിൽ 6 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 6 കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചു, ഞാൻ പറഞ്ഞില്ലല്ലോ നേരത്തെ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ ജി പിയിൽ നമ്മൾ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ചെയ്താൽ 6 കിട്ടും. ഓക്കെ, അപ്പൊ എയും കിട്ടി, ആറും കിട്ടി. ഇനി ഇവരുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആൻസെസ്റ്റേഴ്സ് ഡ്യൂറിങ് 8 ജനറേഷൻ. 8th ജനറേഷനിൽ എത്ര പേരുണ്ടെന്നല്ല ചോദ്യം. 8 ജനറേഷൻസ് ആവുമ്പോൾ ടോട്ടൽ എത്ര എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ അത് ഓർക്കുക. ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ S8 കാണണം, S8. ഓക്കെ, 8th ജനറേഷനിൽ എത്ര പാരന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് A8 ആണ് കേട്ടോ. അതായത് nth ടേം അല്ലെങ്കിൽ അത്രാമത്തെ എന്നാമത്തെ പദം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ nth ടേമിലേക്ക് പോവാം. സമ്മ് ചോദിക്കുക, ടോട്ടൽ എണ്ണം ചോദിക്കുക, മൊത്തത്തിൽ എത്ര ഉണ്ട് എന്നുള്ള അർത്ഥം വരുമ്പോൾ നമ്മൾ സമ്മ് S8. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതാം. ഇവിടെ നോക്കിയേ, A2 6 2. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? A into R raised to n minus 1 divided by R minus 1. ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. A എന്താണ്? 2 into R 2 തന്നെയാണ് അല്ലെ? n എന്താണ്? 8. 2 raised to 8 minus 1 whole divided by 1. ഓക്കെ, അപ്പോ നമുക്ക് സമ്മ് ഇവിടെ ഞാൻ പറഞ്ഞ ഇക്വേഷൻ, അതായത് R 1നേക്കാൾ വലുതാണ്. അപ്പൊ R raised to n minus 1 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സമ്മ് വേണം കാണാൻ. ഓക്കെ, അപ്പൊ 8 ജനറേഷൻസ് വരുമ്പോൾ ടോട്ടൽ ഇദ്ദേഹത്തിന്, അതായത് ഈ മാൻ, നമ്മൾ പറഞ്ഞ ആൾക്ക് ടോട്ടൽ എത്ര ആൻസെസ്റ്റേഴ്സ് ഉണ്ട് എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മളിത് ചെയ്യാം. ആദ്യം ഈ ബ്രാക്കറ്റിലുള്ളത് ചെയ്യാം കേട്ടോ. 2 raised to 8 minus 1 by 1 വേണ്ട, 1 ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. അപ്പൊ 2 raised to 8 എത്ര വരും നമുക്ക്? 2 raised to 8 256 അല്ലെ? 256. അപ്പൊ 2 into 256 minus 1. അപ്പൊ by 1 നമ്മൾ നോക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 2 into 255 എന്ന് കിട്ടും അല്ലെ? 255 into 2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. എത്രയാണ്? 510 ടോട്ടൽ. കണ്ടോ? അതായത് ഇപ്പൊ ഒന്നുകൂടെ ഞാൻ ഇത് അർത്ഥം പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ആദ്യത്തെ ജനറേഷനിൽ 2 പേര്, രണ്ടാമത്തെ ജനറേഷനിൽ 4 പേര്, മൂന്നാമത്തേല് 8. അങ്ങനെ പോയി 8 ജനറേഷൻ ആവുമ്പോ എത്രയോ പേരും ഉണ്ടാവും. മൊത്തം ടോട്ടല്, അതായത് നമ്മൾ 2 + 4 + 8 അങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ എല്ലാവരും കൂടെ കൂട്ടി എത്രയായി? 510. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയപ്പോ നമ്മുടെ 8 എട്ടാമത്തെ ജനറേഷനിൽ എത്ര പേരുണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മൾ AR raised to 7 ചെയ്യണം കേട്ടോ. തുക ടോട്ടൽ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ S8 ചെയ്തത്. ഇവിടെ ഇക്വേഷൻസ് ഒന്നുമല്ല, നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഈ ക്വസ്റ്റ്യൻ ഉള്ളൂ, ചെയ്യാനൊന്നും ഇല്ല അധികം കേട്ടോ. അപ്പോ ഈ രീതിയിൽ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. nth ടേം, സമ്മ്, പിന്നെ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ എക്സ്പ്രഷൻസ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
arithmetic geometric mean ന്റെ question. Okay. അപ്പൊ നമുക്ക് നോക്കാം. The geometric mean GM of two numbers is 6 and AM എന്ന് പറയുമ്പോൾ arithmetic mean. Arithmetic mean is 6.5. The numbers are. അതാണ് question. കേട്ടോ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻസ് ഞാൻ പറയും. നിങ്ങൾ ഇതൊന്ന് തന്നെ ചെയ്തു നോക്കണം. കേട്ടോ. അപ്പൊ geometric mean ന്റെ ഇക്വേഷൻ നമുക്കറിയാം. AB. Root AB is equal to 6. അതേപോലെ arithmetic mean ന്റെ ഇക്വേഷൻ നമുക്കറിയാം. A plus B by 2 is equal to 6.5. ഇനി നോക്കൂ, ഈ ഇക്വേഷനിൽ നമുക്ക് A plus B എഴുതാം. ഏത് കൂടെ 6.5 into 2, അതായത് നമുക്ക് 13 എന്ന് കിട്ടും. ഓക്കെ. ഇതിൽ നിന്ന് എനിക്ക് ബിയോ എയോ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് എഴുതാം. അപ്പൊ ഞാൻ ബി ആണ് എഴുതുന്നത്. 13 മൈനസ് എ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ജോമെട്രിക് മീനിന്റെ ഇക്വേഷൻ എടുക്കാം. അതിൽ നിന്ന് റൂട്ട് എപ്പോഴും കളഞ്ഞിട്ട് ചെയ്യാൻ എളുപ്പം. അപ്പൊ നമ്മൾ രണ്ട് വശവും സ്ക്വയർ ചെയ്യണേ. അപ്പൊ എ ബി ഇസ് ഈക്വൽ ടു 36 എന്ന് കിട്ടും. അപ്പൊ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 36ഉം വേറൊരു കാര്യം, നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ലോജിക്കലി ആലോചിച്ചാലും കിട്ടും. ഓക്കെ. ഗുണിക്കുമ്പോ 36, കൂട്ടുമ്പോ 13, ഗുണിക്കുമ്പോ 36, കൂട്ടുമ്പോ 13. അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടും, എയും ബിയും കിട്ടും. ഇതൊന്നും നിങ്ങൾ ആലോചിച്ചിട്ട് ഒന്ന് ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ജോമെട്രിക് മീനിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. എന്താണ്? റൂട്ട് എ ബി ഇസ് ഈക്വൽ ടു 6. അതിനെ സ്ക്വയർ ചെയ്തിട്ട് എ ബി ഇസ് ഈക്വൽ ടു 36 എന്നാക്കി. 6 സ്ക്വയർ എഴുതാം. ഇനി അരിതമെറ്റിക് മീനിന്റെ ഇക്വേഷനിൽ നിന്നും നമ്മൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 13 എന്ന് കിട്ടി. ഇവിടെ ഞാൻ ബി ഇസ് ഈക്വൽ ടു 13 മൈനസ് എ എന്ന് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ തിയററ്റിക്കലി ചെയ്യുമ്പോൾ ഈ വാല്യൂ ഇതിലിട്ട് കൊടുത്ത് വെറുതെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആൻസറിലേക്ക് വരും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. എന്താണ്? രണ്ട് നമ്പേഴ്സ് ആണ് എയും ബിയും. അവർ തമ്മിൽ ഗുണിക്കുമ്പോൾ 36ഉം കൂട്ടുമ്പോൾ 13ഉം കിട്ടണം. അപ്പൊ ഏതാ നമ്പേഴ്സ് നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതിക്കോളൂ കേട്ടോ. എളുപ്പമാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻസും പ്രോബ്ലംസും എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ടിപ്സ് ഒക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ്സിൽ അറിയിക്കുക. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതേപോലത്തെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു.